ഇന്നിവിടെ വിവിധ മത്സര പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ക്ലാസ് തുടങ്ങുന്നത്. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ ഇതൊരു ചോദ്യം. ഇതെന്ന് പറഞ്ഞാൽ 1⁻²-2/2 a/b the whole raised to n a/m/b/m രണ്ടിനും പവർ വരണം, പ്ലസ് 1⁻² പ്ലസ് 1⁻²/4⁻². എന്ന് പറഞ്ഞാൽ ഇവിടെ 1 എത്ര തവണ ഇൻറ്റു ചെയ്താലും 1 തന്നെയാണ് വരിക. അതായത് 1/2⁻² പ്ലസ് 1/3⁻² പ്ലസ് 1/4⁻². അതായത് ഇത് നമ്മൾ ഈ 1/2⁻² എന്നുള്ളത് മുകളിൽ പോകുമ്പോൾ അതങ്ങ് പോസിറ്റീവ് ആകും, 2⁻2 ആകും. 1/3⁻5 എന്ന് പറഞ്ഞാൽ മുകളിൽ വരുമ്പോൾ 3⁵5 ആകും. അതായത് ഇവിടെ 1/2⁻² എന്നുള്ളത് 2⁻2 ആകും. 1/3⁻² എന്നുള്ളത് 3⁻2 ആകും. മൈനസ് അതിന് ക്യാൻസലാകും. പ്ലസ് 1/4⁻² എന്നുള്ളത് 4⁻2 ആകും. അതായത് 4 പ്ലസ് 9 പ്ലസ് 16 സമം 29 ഉത്തരം. 29. അതുപോലെ ഇവിടെ ഒറ്റയാനെ കണ്ടെത്തുക. അതായത് നമ്മൾ എന്താണ് ഇതിൻ്റെ ഈ പാറ്റേൺ എങ്ങനെയാണ് പോയേക്കുന്നത് ശ്രദ്ധിക്കുക. അതായത് 2, 3, 5 ഇവ തമ്മിലുള്ള വ്യത്യാസം 3, 5ഉം 10 ഇവ തമ്മിലുള്ള വ്യത്യാസം 5, 10, 7, 17 ഇവ തമ്മിലുള്ള വ്യത്യാസം 7, 17, 9, 26 9 വ്യത്യാസം. ഇവിടെ 26, 11, 37 അതായത് 11 വ്യത്യാസം. ഇവിടെ 13 വ്യത്യാസം. 37, 13, 50. അങ്ങനെയാണെങ്കിൽ ഇവിടെ 15 വേണം വ്യത്യാസം വരേണ്ടിയിരുന്നത്. അതായത് 3, 2, 5, 5, 2, 7 2 വീതം കൂട്ടി ഉള്ള വ്യത്യാസമാണ് ഇതിൽ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3, 5, 7, 9, 11, 13 അങ്ങനെ ഒരു പാറ്റേണാണ് വന്നേക്കുന്നത്. 15 വേണമായിരുന്നു വരാൻ. 50ൻ്റെ കൂടെ 15 കൂട്ടിയിട്ട് 65ആയിരുന്നു വരേണ്ടത്. അതുകൊണ്ട് ഇതാണ് ഒറ്റയാനി. ഈ പാറ്റേണിൽ പെടുന്നില്ല. ബാക്കിയെല്ലാം ഈ പാറ്റേണിൽ 2 വീതം കൂട്ടിയുള്ള ഡിഫറൻസാണ് ഇവിടെ വരുന്നത്. 3, 2, 5, 5, 2, 7, 7, 2, 9, 3, 5, 7, 9, 11, 13 പിന്നെ 15 ആണല്ലോ വരുന്നത് 2 വീതം കൂട്ടി വരുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഒറ്റയാന് ഇതാണ്. ഇവിടെ ഒരു ക്ലോക്കിൽ 7:20 ആകുമ്പോൾ ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. കോണളവ് എത്രയാണ്? അതായത് ഇവിടെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. 6 ഡിഗ്രി 1 മിനിറ്റ് 6 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 6 അതായത് 30 ഡിഗ്രി വരും. ഈ ഓരോ 5 മിനിറ്റും 30 ഡിഗ്രി വീതം വരും. ഇവിടെ ഇങ്ങനെ കറങ്ങുമ്പോൾ മിനിറ്റ് സൂചി ബാക്കിലും മണിക്കൂർ സൂചി മുൻപോട്ടും ഇങ്ങനെ കറങ്ങുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നതാണ് നോക്കേണ്ടത്. അങ്ങനെയാണല്ലോ കറങ്ങുന്ന സൂചി. അതായത് ഇങ്ങനെ കറങ്ങുമ്പോൾ മിനിറ്റ് സൂചി ബാക്കിലും മണിക്കൂർ സൂചി മുമ്പിലുമാണ്. ഇവിടെ മണിക്കൂർ സൂചി മുമ്പിലും മിനിറ്റ് സൂചി പുറകിലുമാണ്. മണിക്കൂർ സൂചി മുൻപിൽ വന്നാൽ ഇവിടെ 7:20 എന്ന് പറയുമ്പോൾ 7നേക്കാൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരും. ഇവിടെ മുതൽ ഇവിടെ വരെ 30 മിനിറ്റ്, ഇവിടെ മുതൽ ഇവിടെ വരെ 30, ഇവിടെ മുതൽ ഇവിടെ വരെ 30. അതായത് 3 30 × 3 അതായത് 30, 60, 90. ഇവിടെ 7ൻ്റെ അവിടെ വരുമ്പോൾ 90 ഡിഗ്രി വരും. 7ൻ്റെ അവിടേക്കാൾ കുറച്ചും കൂടെ മുൻപോട്ട് വരുന്നുണ്ടല്ലോ. അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ കൂടെയുള്ള മിനിറ്റ്, അതായത് 7:20 ആണല്ലോ, ആ മിനിറ്റിൻ്റെ പകുതി എടുക്കുക. അതായത് 10, 20ൻ്റെ പകുതി 10. ഈ 90ൻ്റെ കൂടെ എത്രയും കൂടി വന്നു എന്നറിയാൻ ആ 10ഉം കൂടെ കൂട്ടിയാൽ മതി. 90 ഡിഗ്രിയുടെ കൂടെ 10 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ മതി. അതായത് 100 ഡിഗ്രിയാണ് ഉത്തരം. അതായത് ഇത് ഈ മണിക്കൂർ സൂചി ബാക്കിലും മിനിറ്റ് സൂചി മുമ്പിലും ആയിരുന്നെങ്കിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 100 ഡിഗ്രിയാണ്. വേറൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഹാഫ് എടുത്തിട്ട് കൂട്ടിയത്. ഇനി വേറൊരെണ്ണം പറയാം. മൂന്ന് 5ൻ്റെ കോണളവ് നോക്കാമല്ലോ. 3, 5 ഡിഗ്രിയുടെ കോണളവ്
മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ചോദിച്ചേക്കുന്നത്. അതായത് 3, 5 നമുക്ക് വരച്ച് നോക്കാം. മൂന്ന് 5. ഇവിടെ മിനിറ്റ് സൂചി ബാക്കിൽ, മണിക്കൂർ സൂചി മുൻപോട്ട് വന്നു. അതായത് 3നേക്കാൾ കുറച്ചും കൂടെ. ഇവിടെ മുതൽ ഇവിടെ വരെ 30, ഇവിടെ മുതൽ ഇവിടെ വരെ 30. 3 കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വരുന്നുണ്ട്. അല്ലാതെ അറിയാം, മണിക്കൂർ സൂചി മുൻപിലായതുകൊണ്ട് ഈ 30 കൂട്ടുക 60. അതായത് 3, 5. 5ൻ്റെ ഹാഫ് എടുക്കുക 2.5. അതായത് 60ൻ്റെ കൂടെ ഈ 2.5 ഡിഗ്രി കൂടെ കൂട്ടുക. അത് 62.5 ഡിഗ്രി. 62.5 ഡിഗ്രി. അതായത് ഇവിടെ മണിക്കൂർ സൂചി മുമ്പിൽ ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ കറങ്ങുമ്പോൾ ഇവിടെ മണിക്കൂർ സൂചി മുമ്പിലും മിനിറ്റ് സൂചി ബാക്കിലും ആയതുകൊണ്ട് വേറെ 3:25 നോക്കാം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പം 3:25 എന്ന് പറയുമ്പോൾ ഇവിടെ മിനിറ്റ് സൂചിയാണ് മുമ്പിൽ, മണിക്കൂർ സൂചി ബാക്കിലുമാണ്. അങ്ങനെ വരുമ്പോൾ 3:25. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. 6 ഡിഗ്രി. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 6 30 ഡിഗ്രി വരും. ഈ 5 മിനിറ്റ് 30, ഈ 5 മിനിറ്റും 30. അതായത് 30 60 ഡിഗ്രി വരുന്നില്ല. അതാ ഇത്ര ഇങ്ങോട്ടാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ മണിക്കൂർ സൂചി ബാക്കിലും മിനിറ്റ് സൂചി മുമ്പിലുമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് കുറയ്ക്കണം. 25ൻ്റെ ഹാഫ് എത്ര? 12.5. 12.5. അതായത് 12.5 ഇതിൽ നിന്ന് കുറയ്ക്കണം. 60 12 പോകെ 48. 48 അര പോകെ 47.5 വരും. 47.5 ഡിഗ്രി. 47.5 47.5. ഇനി വേറെ എണ്ണം നോക്കാം. അത് മണിക്കൂർ സൂചി ബാക്കിലും മിനിറ്റ് സൂചി മുമ്പിലും വരുമ്പോഴാണ്. വേറെ എണ്ണം നോക്കാം. നാല് 35. 4:35. അതായത് മണിക്കൂർ സൂചി ബാക്കിലും മിനിറ്റ് സൂചി മുമ്പിലുമാണ്. അപ്പം 4:35. അപ്പം 4 മുതൽ 5 വരെ ഒരു 30 ഡിഗ്രി. 5 മുതൽ 6 വരെ ഒരു 30 ഡിഗ്രി. ഇവിടെ മുതൽ ഇവിടെ വരെ 30. അപ്പം 30, 60, 30, 90 ഡിഗ്രി ഇല്ല. ഇങ്ങനെ നേരെ വന്നെങ്കിലാണ് 90 ഡിഗ്രി. ഇപ്പോൾ എന്ത് ചെയ്യണം? ഈ 35ൻ്റെ ഹാഫ് എടുക്കുക. ഈ മിനിറ്റിൻ്റെ ഹാഫ് എടുക്കുക. അതായത് 17.5. ഈ 90ൽ നിന്ന് 17.5 കുറയ്ക്കണം. 90ൽ നിന്ന് 17.5 കുറയ്ക്കണം. 90ൽ നിന്ന് 17 പോകെ 73 വരും. 73 അര പോകെ 72.5 ഡിഗ്രി വരും. 72.5 ഡിഗ്രി അല്ലെ 72.5 ഡിഗ്രി വരും. എത്ര ആണോ ഈ മിനിറ്റ് സൂചി മുമ്പിലും മണിക്കൂർ സൂചി ബാക്കിലും വരുവാണെങ്കിൽ ഈ മിനിറ്റിൻ്റെ ഹാഫ് എടുത്തിട്ട് കുറയ്ക്കുക. തിരിച്ച് മണിക്കൂർ സൂചി മുമ്പിലും മിനിറ്റ് സൂചി ബാക്കിലും വരുന്നതെങ്കിൽ തിരിച്ച് മണിക്കൂർ സൂചി ഇപ്പുറവും മിനിറ്റ് സൂചി അപ്പുറവും ബാക്കിലും വരുന്നതെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് കൂട്ടുക. കോണളവ്. ബന്ധുവിൻ്റെ വീട്ടിൽ പോയ രാമു ആദ്യത്തെ ദിവസം 21 മാങ്ങ പറിച്ചു, രണ്ടാമത്തെ ദിവസം 19 മാങ്ങ പറിച്ചു, മൂന്നാമത്തെ ദിവസം 17 പറിച്ചു, അവസാന ദിവസം 5 മാങ്ങകൾ വീതം പറിച്ചാൽ ആകെ എത്ര മാങ്ങയാണ് പറിച്ചെന്ന്. അതായത് ഇതൊരു AP-യാണ്. 21, 19, 17, 5 ലാസ്റ്റ് ദിവസങ്ങൾ.
ഇങ്ങനെ വന്നാൽ ഫസ്റ്റ് ടേമും എ പി എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് പൊതുവ്യത്യാസം എന്ന് പറയാൻ 19 21 പോകെ -2, 17 19 പോകെ -2. സെൻ എന്ന് പറയാൻ n/2 ഇൻറ്റു A1 പ്ലസ് AN. അപ്പോൾ ലാസ്റ്റ് പദം നമുക്ക് തന്നിട്ടുണ്ട് A പ്ലസ് n-1 ഇൻറ്റു D എത്രയാണ്? 5. ഇവിടെ A എന്ന് പറയുന്നത് 21, D എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, 19 നിന്ന് 21 കുറയ്ക്കുക. അതായത് വലിയ രണ്ട് വ്യത്യസ്ത ചിഹ്നം ക്രിയ ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. 29 നിന്ന് 19 പോകെ 2 വലുതിൻ്റെ ചിഹ്നം മൈനസ്. ഇവിടെ നമ്മളിതിന് വില ഇട്ട് കൊടുക്കുക. 21 പ്ലസ് n അറിയത്തില്ല, n കണ്ടുപിടിക്കണം, എന്നാലേ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 1 ഇൻറ്റു -2 സമം 5. ഇത് നമുക്ക് 21, ഈ സംഖ്യ ഇപ്പുറം കൊണ്ടുപോവുക, ഇതങ്ങ് റൈറ്റ് സൈഡിലും കൊണ്ടുപോകുക. 21 - 5 സമം n-1 ഇൻറ്റു 2. -2 ഇപ്പുറം വരുമ്പോൾ +2 ആകും. അതായത് 21 - 5, അതായത് 16 എന്ന് പറയുന്നത് n-1 ഇൻറ്റു 2 വിച്ച് ഇംപ്ലൈസ് n-1ൻ്റെ വില കാണാൻ കൂടെ കിടക്കുന്ന 2 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക. അതായത് n-1 എന്ന് പറയുന്നത് 16/2 എന്ന് പറയാൻ 8. അതായത് n-1 8 ആണെങ്കിൽ n എന്ന് പറയുന്നത് 8 + 1 സമം 9 വരും. ഇനി നമുക്ക് ഈ ഫോമുലയിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Sn സമം n/2 ഇൻറ്റു A1 പ്ലസ് AN. n നമ്മൾ കണ്ടുപിടിച്ചു, 9/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം സമം 9/2 ഇൻറ്റു 26. ഇത് കട്ട് ചെയ്യുമ്പോൾ 13. 13 ഇൻറ്റു 9 117. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒന്നുകൂടി പറയാം, ഇതൊരു AP ആണ്, സമാന്തര ശ്രേണിയാണ്. അതിൻ്റെ Sn അതിൻ്റെ എല്ലാം കൂടെ തുക കാണുന്നതിനുള്ള ഫോർമുല ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നാൽ n/2 ഇൻറ്റു A1 പ്ലസ് A. ആ ഫോർമുല. A എന്ന് പറയുന്ന ആദ്യ പദം, D എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. 2 വ്യത്യസ്ത സംഖ്യ കുറയ്ക്കാൻ വന്നാൽ, ക്രിയ ചെയ്യാൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം D-2. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് A പ്ലസ് n-1 ഇൻറ്റു D, 21 പ്ലസ് n അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ട്. n-1 ഇൻറ്റു D -2 സമം 5. ഈ 21 ഈ സംഖ്യകൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, മറ്റേത് ഒരു സ്ഥലത്ത് കൊണ്ടുപോവുക. അതായത് 21 ഈ 5 ഇപ്പുറം വരുമ്പോൾ -5. 21 - 5 സമം ഇതങ്ങ് അപ്പുറം പോകും, n-1 ഇൻറ്റു 2. 21 - 5 എന്ന് പറഞ്ഞാൽ 16. 16 സമം n-1 ഇൻറ്റു 2. അതായത് n-1 സമം 16/2. കൂടെ കിടക്കുന്ന 2 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക. 8. n-1 8 ആണെങ്കിൽ n എന്ന് പറയുന്നത് 8 + 1 9. അതായത് ഇതിലെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക വാല്യൂ. n/2 ഇൻറ്റു A1 പ്ലസ് AN. 9/2 n കണ്ടുപിടിച്ചു നമ്മളിവിടെ. 9/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. 9/2 ഇൻറ്റു 21 5 26. ഇത് കട്ട് ചെയ്യുമ്പോൾ 13 9 117 മാങ്ങയാണ് അകപ്പറിച്ച് ചോദിച്ചേക്കുന്നത്. ഇവിടെ -1 ഇരട്ട സംഖ്യ ആണെങ്കിൽ ഉത്തരം 1 എന്ന് തന്നെ വരും. ഇവിടെ ഇരട്ട സംഖ്യയാണ്. ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നെഗറ്റീവ് വരും. ഇരട്ട സംഖ്യ ആണെങ്കിൽ പോസിറ്റീവ്. 1 എത്ര തവണ ഗുണിച്ചാലും 1 തന്നെ ആണല്ലോ. -1 ഇരട്ട സംഖ്യ പവർ വന്നേക്കുന്നെങ്കിൽ പോസിറ്റീവ് വരും. ഒറ്റ സംഖ്യ പവർ വന്നേക്കുന്നെങ്കിൽ നെഗറ്റീവ് വരും. ഇവിടെ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് പോസിറ്റീവ്. ഇവിടെ ഇതിനെ നമുക്ക് 1/-1 എന്ന് എഴുതാം. അതായത് 1 + -1 എന്ന് പറഞ്ഞാൽ ഇത് 0 ആയി പോകും. അതായത് 1 പ്ലസ് ഇത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 1 വരും. 1 + 1 സമം ആണ് ഉത്തരം. അത് ഓർത്തിരിക്കുക. മൈനസിൻ്റെ പവർ വരുമ്പോൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ പോസിറ്റീവും ഒറ്റ സംഖ്യ ആണെങ്കിൽ പവർ നെഗറ്റീവും. നോക്കാൻ ഇവിടെ ഒരു റെക്കറിങ് ഡെസിമലാണ്, ആവർത്തിച്ച് വരുന്ന സംഖ്യയാണ്. ഇവിടെ 0.3333 ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സംഖ്യ അങ്ങ് എഴുതുക. ഒരു തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരേ സംഖ്യ തന്നെ ആയതുകൊണ്ട് 9. അതേസമയം 0.4141 ഇങ്ങനെ 2 എണ്ണം റിപ്പീറ്റ് ചെയ്തതിന് 41, 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 99. ഇവിടെ 1 എണ്ണം ആയതുകൊണ്ട് 9. ഇത് കട്ട് ചെയ്യുമ്പോൾ 1/3 വരും ഉത്തരം. ഇവിടെ 1 ഇൻറ്റു 0.01 ഇൻറ്റു 0.0001. അതായത് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് ആകെ നോക്കുക. 1 ആയതുകൊണ്ട് ഒന്നും മാറ്റം വരത്തില്ല. 1 1 1 ഗുണിക്കുക. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 4 സ്ഥാനം, അതായത് 6 സ്ഥാനം വരും. 6 സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാ വരിക.
1 2 3 4 5 6 പോയിന്റ് കഴിഞ്ഞ് മൊത്തം 6. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 4 സ്ഥാനം, മൊത്തം 6 സ്ഥാനം. 2 സ്ഥാനവും 4 സ്ഥാനം. ഗുണനഫലത്തിൽ മൊത്തം 6 സ്ഥാനം. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.